വലിയ ഒരു സംശയമാണ് ഉണ്ടാവുന്നത് ജനങ്ങൾ വിൽക്കാനുണ്ട്. ഒരു കാലയളവിലും ഇതുപോലെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അച്യുതാനന്ദൻ ഉൾപ്പെടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി അധികാരം ചെയ്ത് നിൽക്കുമ്പോൾ ഈ തരത്തിലുള്ള മോശപ്പെട്ട നിലപാടുകളൊന്നുമില്ല. ഞാൻ 15 വർഷക്കാലം MLA ആയിരുന്ന ആളാണ്. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തിലും ഉണ്ടായിരുന്ന ആളാണ്. വയനാടിൻ്റെ ഗവൺമെൻറ് കാലത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും. എല്ലാ നിലകളിലും മോശപ്പെട്ട സ്ഥിതിയാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഈ പഞ്ചായത്തിലുണ്ടായിരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയോട് ചെന്ന് അവകാശം ചോദിച്ചതാണ്. ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചത് കൊണ്ട് അവരുടെ അവകാശം പെറ്റ അമ്മയ്ക്ക് വയസ്സ് 88 KK മനോജ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, സഹോദരൻ, അഡ്വക്കേറ്റാണ്, ആദിവാസിയാണ്, ആദിവാസി കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ്. എല്ലാ റൈറ്റ്സുകളും ഉള്ള ഒരു മനുഷ്യൻ പെറ്റ അമ്മയെ വിളിച്ചുകൊണ്ട് പോയി പഞ്ചായത്തിലല്ലാതെ പ്രാർത്ഥനത്തിന് ചോദിക്കാൻ പറ്റുമോ? പഴക്കച്ചവടക്കാരന് ചെന്ന് ചോദിക്കാൻ പറ്റുമോ? വീട് പലചരക്കടയിൽ ചെന്ന് ചോദിക്കാൻ പറ്റുമോ? പഞ്ചായത്തിലാണ് ചെന്ന് ചോദിക്കേണ്ടത്. അമ്മയുടെ പേര് ലൈൻ പദ്ധതിയിലുണ്ട്, ആ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കി എൻ്റെ അമ്മയ്ക്ക് വീട് പണിയാനായിട്ട് 3 സെന്റ് സ്ഥലത്ത് വീട് പണിയാനായിട്ടുള്ളൊരു അധികാരം തരണം എന്ന് പറയുന്ന ഒരു മകന് റൈറ്റില്ലേ, അവകാശമില്ല. പോലീസ് മനസ്സിലാക്കണം, ഒരു മകന് അവകാശമില്ല. ഒരു അമ്മയ്ക്ക് വേണ്ടി വീട് വയ്ക്കാനായിട്ട് പഞ്ചായത്തിൽ ചെന്നിട്ട് സദസ്സിൽ കാണിച്ചുകൊണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വീട് പണിയാൻ വേണ്ടിയുള്ള പെർമിഷൻ തരണം എന്ന് പറയുന്നതിൻ്റെ അവകാശം മകനില്ലേ? നമ്മളെല്ലാം അമ്മ പെറ്റ മക്കളാണല്ലോ. അത് വളരെ സംശയമുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരു അമ്മയ്ക്ക് വേണ്ടി ചെന്ന് ചോദിച്ച മകന് നീ പുറത്തിറങ്ങി പോടാ? അയാൾ അഭിഭാഷകനാണ്, MA LLB-കാരനാണ്, ആദിവാസിയാ. മനസ്സിലാക്കണം, പോലീസ് ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കണം, ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ആദിവാസി ആയതുകൊണ്ടായ എങ്ങനെ ആക്ഷേപിക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടെങ്കിൽ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. ഭരണഘടന നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. ആ ഭരണഘടന വിധിയിൽ നിയമത്തിൽ പറയുന്നത് അനുസരിച്ച് ആക്ഷേപിച്ച് വക്കീലാണ്, ആദിവാസിയാണ്, മുൻ ആദിവാസി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും തെറിവരുകയും ചെയ്താൽ അയാളുടെ പേരിൽ എന്ത് കേസാണ് എടുത്തിരിക്കുന്നത്? അറസ്റ്റ് ചെയ്യണ്ടേ? കേസെടുക്കും. അട്രോസിറ്റി നിയമം പറയുന്നുണ്ടല്ലോ. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിയമം തച്ചുകൊണ്ട് വേറെ നിയമത്തിൽ കൊണ്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പുള്ളിക്കൊന്നും സംശയമാണെങ്കിൽ, പോലീസിന് സംശയമാണെങ്കിൽ KK മനോജിന്റെ ജാതി സർട്ടിഫിക്കറ്റ് വേണോ? അതാണ് തരാൻ ആദിവാസികൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സംശയമാണെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് കേസെടുത്താൽ ആ പഞ്ചായത്ത് സെക്രട്ടറി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കണ്ടേ? അടയ്ക്കണം. ഞങ്ങളൊന്നും അയാളെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ല. അത് എത്ര വലിയവരായാലും കൊള്ളാം, ഏത് പാർട്ടിയായാലും കൊള്ളാം. അങ്ങനെ ഒന്ന് വെല്ലുവിളിക്കൊണ്ട് ഒരു ആദിവാസിയെ അയാൾ അഡ്വക്കേറ്റായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ട് അടിക്കാൻ തള്ളാൻ പോയാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പോയി. ഇത് പഞ്ചായത്താണോ? ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വേറെയാണ് അറിയാം. പഞ്ചായത്താണോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പഞ്ചായത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവകാശമുണ്ട്. ഏതൊരു മനുഷ്യനായാലും ജനങ്ങൾ സേവിക്കുവാൻ വേണ്ടി ഉള്ളതാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലെ അവിടെ ഇരുന്നുകൊണ്ട് കൈകാണിക്കുന്ന ഏർപ്പാടല്ല. പഞ്ചായത്താണ്. ഇറങ്ങി വരാൻ പറ്റാൻ ഇറങ്ങി വരണം. ജനപ്രതിനിധികൾ കൂടി സെക്രട്ടറികളുടെ ഒപ്പുവയി എന്ന് പറഞ്ഞാൽ ഭരണകൂടം നിയമം ഉണ്ടാക്കിയ ഒരാളിനെയാണ് ഞാൻ. ഒപ്പുവയ്ക്കാൻ പറഞ്ഞാൽ അങ്ങ് ഒപ്പുവയ്ക്കണം. അതാണ് സെക്രട്ടറിയുടെ പണി. സെക്രട്ടറിക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നിയമം പഠിക്കും.
പഞ്ചായത്ത് കഴിഞ്ഞു അത് പഠിച്ചിട്ട് വേണ്ട ഇരിക്കാൻ. നിങ്ങൾ വരുന്ന മനുഷ്യരോട് ലളിതമായ നല്ല നിലയിൽ സംസാരിക്കുകയും അവർക്ക് എന്താണ് അവരുടെ ആവശ്യങ്ങളെന്ന്. എന്നാൽ 88 വയസ്സ് പ്രായമുള്ളത് അമ്മയും കൂടി പോയി ചോദിച്ചപ്പോൾ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ ഇത് പഞ്ചായത്താണോ വേറെ നല്ലതാണോ? പോലീസ് സ്റ്റേഷനിൽ പോലും പറയില്ല ഇറങ്ങി പോടാന്ന്. കാരണം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനായിട്ട് കയറി കൊടുക്കും. അതുപോലത്തെ കാര്യം ചെയ്യുമ്പോൾ അതിനെ മോശമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്ത്, വാത്തുക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് നമുക്ക് വേണോ? നമുക്ക് വേണ്ടാൻ തന്നെയാണ്. പഞ്ചായത്തിന് ശരിയാൻ തന്നെയാണ് അല്ലേ? എൻ്റെയൊന്ന് മെജോറിറ്റിയുള്ള പഞ്ചായത്ത് അല്ലല്ലോ. അതൊന്നും മെജോറിറ്റി വേണ്ട. ഈ നാളം കെട്ട പണി എന്തെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യും, എല്ലാ പണിയും ചെയ്യും. എനിക്ക് അനുഭവസ്ഥല്ല, എനിക്ക് അനുഭവമുള്ള ആളാ. പഞ്ചായത്തിൽ 3 പഞ്ചായത്തിൽ ഇല്ലാത്തവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ഞാൻ എൻഡിഎഫിൻ്റെ ആൾക്കാർ അവസാനം കൂട്ടി താക്കോലാണ് ഏൽപ്പിച്ചത്. വിളിച്ചോ മണിച്ചേട്ടനെ വിളിച്ചു പറഞ്ഞു, മണിച്ചേട്ടാ ഇതാ താക്കോല് നിങ്ങളുടെ പാർട്ടിയെ ഇങ്ങോട്ട് കയറി വരണ്ട. പഞ്ചായത്ത് വീണ്ടും UDFിൻ്റെ കയ്യിലായി 3 പഞ്ചായത്ത് നിങ്ങൾ തലവെച്ച്